നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 12-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇന്നലെ ഫെബ്രുവരി 11 അർദ്ധരാത്രിയിൽ ആരംഭിച്ച് ഇന്ന് അർദ്ധരാത്രി വരെ നീളുന്ന 24 മണിക്കൂർ പണിമുടക്കിൽ കേരളത്തിൽ വ്യവസായ, കാർഷിക, വാണിജ്യ മേഖലകൾ സ്തംഭിക്കും. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുമെന്നും മോട്ടോർ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങില്ലെന്നും സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി അറിയിച്ചു. പാൽ, പത്രം, ആശുപത്രി, മെഡിക്കൽ സ്റ്റോറുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് അടക്കം അവശ്യ സർവീസുകളിലെ ജീവനക്കാരെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓട്ടോ, ബസ്, കാറ്, ലോറി തുടങ്ങി മോട്ടോർ തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ ഷോപ്പ് എംപ്ലോയീസ്, മത്സ്യവിപണനം, വിതരണ രംഗം, അതോടൊപ്പം തന്നെ വഴിയോര കച്ചവട തൊഴിലാളികൾ, പ്രസ് ജീവനക്കാർ, സ്കീം വർക്കർമാർ, നിർമ്മാണം, കയറ്റിയിറക്ക്, ഗിഗ് പ്ലാറ്റ്ഫോം, അതോടൊപ്പം തന്നെ IT, ചെറുകിട വ്യവസായം, സ്വകാര്യ മേഖല, പൊതുമേഖല വ്യവസായം, ബാങ്കുകൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് തൊഴിലാളികൾ, തുറമുഖ തൊഴിലാളികൾ, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾ, തോട്ടം മേഖല, ഇലക്ട്രിസിറ്റി, പ്രതിരോധ മേഖലയിലെ തൊഴിലാളികൾ, ന്യൂ ജനറേഷൻ ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുമൊക്കെ തന്നെ പണിമുടക്കും. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ആദായനികുതി നിയമത്തിന്റെ കരട് പ്രകാരം ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ സാധാരണക്കാർക്ക് വലിയ ഇളവുകൾ ലഭിക്കും. നിലവിൽ ഒരു ദിവസം 50,000 രൂപയ്ക്ക് മുകളിൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാൻ കാർഡ് നിർബന്ധമാണ്. എന്നാൽ പുതിയ നിയമപ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ 10 ലക്ഷം രൂപയോ അതിലധികമോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ പാൻ കാർഡ് നൽകേണ്ടതുള്ളൂ. ഇത് ചെറുകിട വ്യാപാരികൾക്കും സാധാരണക്കാർക്കും വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി അതുപോലെ വാഹന വിപണിയിലും പാൻ കാർഡ് പരിധിയിൽ കാര്യമായ മാറ്റങ്ങളുണ്ട്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ട തുകയുടെ പരിധി അത് 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തി. നിലവിൽ 2 വീലറുകൾ ഒഴികെയുള്ള മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും പാൻ കാർഡ് നിർബന്ധമായിരുന്നു. എന്നാൽ ഇനി മുതൽ 5 ലക്ഷത്തിന് താഴെ വിലയുള്ള കാറുകൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ടതില്ല. അതേസമയം ആഡംബര ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ വാങ്ങുന്നവർക്ക് പാൻ കാർഡ് നിർബന്ധമാകും എന്നതാണ് പുതിയ നിയമത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു വശം. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബാങ്കറ്റ് ഹാളുകൾ എന്നിവിടങ്ങളിലെ പണമിടപാടുകൾക്കും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലെ 50,000 രൂപ എന്ന പരിധി അത് 1 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ കല്യാണങ്ങൾക്കും മറ്റ് ഹോട്ടലുകളിൽ പണമിടപാട് നടത്തുമ്പോൾ നേരിട്ടിരുന്ന ചെറിയ തടസ്സങ്ങൾ ഒഴിവാകുന്നതാണ്. കൂടാതെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മാറ്റങ്ങളുണ്ട്. വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ പാൻ കാർഡ് ആവശ്യമായ കുറഞ്ഞ തുക അത് 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷം രൂപയായി സർക്കാർ വർദ്ധിച്ചു വരുന്ന വസ്തുവില കണക്കിലെടുത്താണ് ഈ പരിഷ്കാരം. ഇനി അതുപോലെ ഇൻഷുറൻസ് മേഖലയിലും കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനായിട്ട് പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചു. നിലവിൽ വാർഷിക പ്രീമിയം 50,000 രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ പാൻ നിർബന്ധമുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇനി മുതൽ എല്ലാ ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ വിവരങ്ങൾ നൽകേണ്ടി വരും. ഇതോടൊപ്പം മറ്റ് ചില നിക്ഷേപങ്ങൾക്കും ഇടപാടുകൾക്കും ആധാർ കാർഡ് പകരമായിട്ട് ഉപയോഗിക്കാമെന്ന ഓപ്ഷനും പുതിയ നിയമത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാകുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് അഥവാ KBF പദ്ധതിയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളാണ് പറയുന്നത്. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് വിവിധ ഗുരുതര രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് 2 ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിലൂടെ ധനസഹായമായിട്ട് ലഭിക്കും. നിലവിൽ സർക്കാരിൻ്റെ മറ്റ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗങ്ങളല്ലാത്തവർക്കാണ് ഈ സേവനം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. സർക്കാർ ആശുപത്രികളിലും പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും ഇതേ രീതിയിൽ തന്നെ ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ഈ ആനുകൂല്യം ക്ലെയിം ചെയ്യുന്നതിനായിട്ട് റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ നിർബന്ധമായിട്ടും കൈവശം ഉണ്ടായിരിക്കണം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി തന്നെ പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. അർഹരായവർക്ക് ഈ തുക എങ്ങനെ വിനിയോഗിക്കാമെന്നത് കൃത്യമായി ആ വീഡിയോ കണ്ട ശേഷം മനസ്സിലാക്കാനായിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാനകരമായിട്ടുള്ള സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിക്ക് ഇന്നലെ ഔദ്യോഗികമായിട്ട് തുടക്കമായി. തിരുവനന്തപുരം മലയൻകീഴിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ അപേക്ഷകൾ അംഗീകരിക്കപ്പെട്ട ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രതിമാസം 1000 രൂപ നേരിട്ട് ഇപ്പോൾ എത്തി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പദ്ധതിയിലൂടെ ഇതിനകം തന്നെ 10 ലക്ഷത്തിന് മുകളിലുള്ള സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം എത്തിച്ചേർന്നിരിക്കുകയാണ്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള BPL റേഷൻ കാർഡുള്ള വീട്ടമ്മമാർക്കാണ് ഈ ഒരു സാമ്പത്തിക സുരക്ഷാ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. നിലവിൽ മറ്റ് പെൻഷനുകളോ അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങളോ കൈപ്പറ്റാത്തവർക്ക് ഈ സ്ഥിരം പദ്ധതിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ചവർ തങ്ങളുടെ സ്റ്റാറ്റസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ KSmart പോർട്ടൽ വഴിയോ പരിശോധിക്കേണ്ടതാണ്. ആധാർ രേഖകളിലെ പൊരുത്തക്കേടുകൾ മൂലം അപേക്ഷ നിരസിക്കപ്പെട്ടവർക്ക് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്.
ഇത്തരത്തിൽ അപേക്ഷ അംഗീകരിക്കപ്പെട്ടവർക്ക് അവർക്ക് പെൻഷനർ ID ലഭ്യമാകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അതോടൊപ്പം തന്നെ സംശയങ്ങൾക്കുമൊക്കെ ആയിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ അടുത്തുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസുകളോ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ഈ മാസം 20-ാം തീയതിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. 25-ാം തീയതിയോടൊക്കെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തി തുടങ്ങുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, APL വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾ അത് BPL വിഭാഗത്തിലേക്ക് മാറ്റാൻ അർഹതയുള്ളവർക്കായിട്ട് അനുവദിച്ച സമയപരിധി ഈ മാസം 13-ാം തീയതി അവസാനിക്കും. അർഹത തെളിയിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള കുടുംബവാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ, മറ്റ് മുൻഗണനാ രേഖകൾ എന്നിവ സഹിതം എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ അപേക്ഷകൾ നൽകാൻ സാധിക്കും. അപേക്ഷയോടൊപ്പം നിലവിൽ ഉപയോഗത്തിലിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. BPL വിഭാഗത്തിലേക്ക് മാറുന്നതിലൂടെ സൗജന്യ അരി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആനുകൂല്യം, അതുപോലെ തന്നെ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ, സബ്സിഡികൾ എന്നിവയിൽ മുൻഗണന ലഭിക്കുന്നതാണ്. എന്നാൽ അർഹതയുള്ളവർ മാത്രം ഈ സേവനത്തിനായിട്ട് അപേക്ഷിക്കുക. അനർഹമായ രീതിയിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ബുധനാഴ്ച ഫെബ്രുവരി 11-ാം തീയതി രാവിലെ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച വൈകിട്ട് വർദ്ധിച്ച നിരക്കിൽ നിന്നാണ് ബുധനാഴ്ച വില താഴ്ന്നത്. ബുധനാഴ്ച രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 14,530 രൂപയും പവൻ. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.